നമസ്കാരം. സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചൊൽപ്പൊടിക്കൊത്തു പ്രവർത്തിക്കുന്നവരെ കുടിയിരുത്തിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായ സഞ്ജീവ് ഖന്ന പിന്മാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ വാദം കേൾക്കുന്നതിൽ നിന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറിയത്. ചീഫ് ജസ്റ്റിസ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ചാണ് വിഷയം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു ബെഞ്ചിന് മുന്നിൽ ലിസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുമ്പ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യം ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബില്ല് 2023 ഡിസംബറിലാണ് കേന്ദ്രം പാസാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3 അംഗങ്ങളുടെ നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതായിരുന്നു ബില്ല്. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് പുതിയ ബിൽ പ്രകാരം സമിതിയിൽ അടങ്ങുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും അധീർ രഞ്ജൻ ചൌധരിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിച്ച സമിതിയിൽ ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നടന്നത്. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചൊൽപ്പടിക്കൊത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലൊരു ഭരണഘടനാ സ്ഥാപനത്തെ ദുർബലപ്പെടുത്തുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് കേന്ദ്രം ബില്ല് പാസാക്കിയത്. ഇതിനെതിരെയുള്ള ഹർജിയാണ് കോടതിക്ക് മുമ്പാകെയുള്ളത്. സുപ്രീം കോടതി വിധി മറികടക്കാനാണ് കേന്ദ്രം നിയമം കൊണ്ടുവന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ബില്ല് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും എടുത്തുകളയുന്നതാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സുതാര്യതയെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആണിക്കല്ലായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും സംശയത്തിന്റെ നിഴലിലാവുന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ചീഫ് ജസ്റ്റിസിനെ സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ നടക്കുന്ന വാദം ചീഫ് ജസ്റ്റിസ് തന്നെ കേൾക്കുന്നതിലെ അനൗചിത്യം സഞ്ജീവ് ഖന്നയുടെ പിന്മാറ്റത്തിലൂടെ ഒഴിവായിരിക്കുകയാണ്. ഇതൊന്നും മോദിയെയും കൂട്ടരെയും ബാധിക്കുന്ന ഒന്നല്ല എന്ന കാര്യമാണ് രസകരം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കുടിയിരുത്തി തിരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ തിരിച്ചെത്തി 5 കൊല്ലം കൂടി സുരക്ഷിതമാക്കിയ അവർക്ക് കോടതിയിൽ ആര് വാദം കേട്ടാലെന്ത്, ഇല്ലെങ്കിലെന്ത്, എന്ത് തരം വിധി പുറപ്പെടുവിച്ചാലെന്ത്, ഇല്ലെങ്കിലെന്ത്.